പരമ്പരാഗത ചൈനീസ് വൈദ്യം, ഇന്ത്യൻ ആയുർവേദ ചികിത്സ, പ്രാചീന ഗ്രീക്ക് ചികിത്സാ രീതികൾ, മറ്റ് യൂറോപ്യൻ പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിലും ആയിരക്കണക്കിന് വർഷങ്ങളായി നിരവധി രോഗാവസ്ഥയുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ് യൂക്കാലി. പ്രധാനമായി ഇതിന്റെ ഇലയും ഇലയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന എണ്ണയുമാണ് ഔഷധാവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. യൂക്കാലിപ്സ് മരങ്ങളുടെ വൈദ്യ ഉപയോഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂക്കാലി മരത്തിന്റെ തടി ആഗോളതലത്തിൽ തന്നെ ഒരു വ്യാവസായിക ഉൽപ്പന്നമാണ്. 700-ലധികം വരുന്ന ഇതിന്റെ ഇനത്തിൽ നിന്നും ബ്ലൂഗം എന്നറിയപ്പെടുന്ന യൂക്കാലിപ്സ് ഗ്ലോബുലസ് ആണ് ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന യൂക്കാലിപ്സ് എണ്ണയുടെ പ്രധാന ഉറവിടം. ഇതിന്റെ എണ്ണ വേർതിരിച്ചെടുക്കുന്നത് ഇലകളുടെ നീരാവി വാറ്റിയെടുത്താണ്. ഇത് നല്ല ഗന്ധമുള്ള നിറമില്ലാത്ത ഒരു ദ്രാവകമാണ്. ഇതിനെ യൂക്കാലിപ്റ്റോൾ എന്നറിയപ്പെടുന്നു. ഇതിൽ സീനിയോൾ അല്ലെങ്കിൽ യൂക്കാലിപ്സ് ഓയിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഓയിലിന് ഫാർമസ്യൂട്ടിക്കൽ, ആന്റിസെപ്റ്റിക്, റെപ്പലന്റ്, ഫ്ലേവറിംഗ്, സുഗന്ധം, വ്യാവസായിക ഉപയോഗങ്ങൾ എന്നിങ്ങനെ വിപുലമായ ഉപയോഗത്തിന്റെ ചരിത്രമുണ്ട്. വ്യാപാരത്തിലെ യൂക്കാലിപ്സ് എണ്ണകളെ അവയുടെ ഘടനയും ഉപയോഗവും അനുസരിച്ച് 3 തരങ്ങളായി തിരിച്ചിരിക്കുന്നു: ഔഷധം, പെർഫ്യൂമറി, വ്യവസായം. ഇതിൽ ഏറ്റവും പ്രചാരമുള്ളത് സ്റ്റാൻഡേർഡ് സീനിയോളിനെ അടിസ്ഥാനമാക്കിയുള്ള യൂക്കാലിപ്സ് ഓയിലാണ്. ഇത് തുളച്ചു കയറുന്ന സുഗന്ധമുള്ള നിറമില്ലാത്ത ദ്രാവകമാണ്. എന്നാൽ ഇത് വളരെ പരമ്പരാഗത കാലം മുതൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വന്നിരിക്കാം. ലഭ്യമായ ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരീരവേദന, സൈനസ്, ശ്വാസതടസ്സം, പനി, ജലദോഷം എന്നിവയ്ക്കുള്ള പരമ്പരാഗത മരുന്നായി ഓസ്ട്രേലിയൻ ആദിവാസികൾ യൂക്കാലിപ്സ് ഇലകളുടെ കഷായം ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലീറ്റിലെ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡെന്നിസ് കോൺസിഡൻ, ജോൺ വൈറ്റ് എന്നിവർ 1788 കുറ്റവാളികളെയും നാവികരെയും ചികിത്സിക്കാനായി പോർട്ട് ജാക്സന്റെ തീരത്ത് യൂക്കാലിപ്സ് പിപ്പരിറ്റയിൽ നിന്ന് വാറ്റിയെടുത്ത യൂക്കാലിപ്സ് ഓയിൽ കണ്ടെത്തി. ആ ഓയിൽ പിന്നീട് ആദ്യകാല കോളനിക്കാർ വേർതിരിച്ചെടുത്തെങ്കിലും കുറച്ചു കാലത്തേക്ക് വാണിജ്യപരമായി അത് ഉപയോഗിച്ചിരുന്നില്ല. വിക്ടോറിയൻ സസ്യശാസ്ത്രജ്ഞനായ ബാരൻ ഫെർഡിനൻഡ് വോൺ മുള്ളർ ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ ഉയർന്ന ജനസംഖ്യയുള്ള 2ാമത്തെ നഗരമായ മെൽബണിൽ അണുനാശിനിയായി യൂക്കാലിപ്സിന്റെ ഗുണങ്ങളെ ഉപയോഗപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതായത് ഇന്ന് അവിടെ മലയാളികൾ ധാരാളം വസിക്കുന്ന നഗരം കൂടിയാണ് മെൽബൺ. തുടർന്ന് എണ്ണയുടെ വാണിജ്യപരമായ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാൻ മെൽബൺ ഫാർമസിസ്റ്റായ ജോസഫ് ബോസിറ്റോയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 1852 ഓസ്ട്രേലിയയിലുള്ള വിക്ടോറിയയിൽ സാന്റനോങ്ങിനടുത്ത് ഒരു വാറ്റിയെടുക്കൽ പ്ലാന്റ് സ്ഥാപിക്കുകയും യൂക്കാലിപ്സ് റേഡിയേറ്റിയുടെ സീനിയോൾ കീമോടൈപ്പിൽ നിന്ന് അവശ്യ എണ്ണ വേർതിരിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ബോണിസ്റ്റോ വാണിജ്യ യൂക്കാലിപ്സ് എണ്ണ വ്യവസായം ആരംഭിച്ചു. ഇതിന്റെ ഫലമായി സീനിയോൾ കീമോടൈപ്പ് യൂക്കാലിപ്സ് ഓയിലായി മാറുകയും ചെയ്തു. ബോണിസ്റ്റോയുടെ യൂക്കാലിപ്സ് ഓയിൽ ഇന്ന് ലോകവിപണിയിൽ വൻപിച്ച പ്രചാരത്തോടെ ഒരു ബ്രാൻഡായി നിലനിൽക്കുന്നു. ഫ്രാങ്കോയ്സ് സ്റ്റാനിസ്കാസ് ആണ് യൂക്കാലിപ്സ് ഓയിലിന്റെ പ്രധാന ഘടകങ്ങൾ വേർതിരിച്ചെടുത്തത്. അദ്ദേഹം അന്ന് അതിനെ യൂക്കാലിപ്റ്റോൾ എന്ന് വിളിച്ചു. ഇന്ന് അതിനെ പൊതുവെ സീനിയോൾ എന്നറിയപ്പെടുന്നു. യൂക്കാലിപ്സ് ഓയിലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന് ബഹുമാനാർത്ഥം യൂക്കാലിപ്സ് ക്ലോസിയാന എന്ന് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 1870കളോടെ യൂക്കാലിപ്സ് ഗ്ലോബുലൻസിൽ നിന്നുള്ള എണ്ണ ടാൻസാനിയൻ ബ്ലൂഗം ലോകമെമ്പാടും കയറ്റുമതി ചെയ്യപ്പെടുകയും ഒടുവിൽ ലോക വ്യാപാരത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അതേസമയം ഉയർന്ന നിലവാരമുള്ള മറ്റിനങ്ങളും ഒരു പരിധിവരെ മാറ്റിയെടുക്കപ്പെട്ടു. 1880കളിൽ ശസ്ത്രക്രിയക്കിടെ യൂക്കാലിപ്സ് ഓയിൽ ഒരു ആന്റിസെപ്റ്റിക്കായി ഉപയോഗിച്ചിരുന്നു. 1870കളിലെ സ്വർണ്ണ റഷിന് ശേഷമുള്ള കാലഘട്ടത്തിൽ, അതായത് വിക്ടോറിയൻ സ്വർണ്ണ റഷ് ആസ്ട്രേലിയയിലെ വിക്ടോറിയൻ ചരിത്രത്തിലെ ഒരു കാലഘട്ടമായിരുന്നു. ഏകദേശം 1851നും 1860കളുടെ അവസാനത്തിനും ഇടയിലാണ് ഓസ്ട്രേലിയൻ കോളനിയുടെ വളരെ വലിയ അഭിവൃദ്ധിയുടെയും ജനസംഖ്യാ വർധനവിന്റെയും സാമ്പത്തിക മൂലധനത്തിന്റെ കുത്തൊഴുക്കിലേക്ക് നയിച്ചത്. ഇങ്ങനെ സമ്പത്തു ശേഖരിച്ചതിന്റെ ഫലമായി ഇതിനെ അത്ഭുതകരമായ മെൽബൺ എന്നാണ് വിളിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ വിക്ടോറിയയിലെ ബോക്സ്, ഇരുമ്പ്, ബാർക്ക് വനങ്ങളിൽ യൂക്കാലിപ്സ് ഓയിൽ ഒരു പ്രധാന വ്യവസായമായി മാറി. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ പ്രകൃതിദത്തമായ അത്ഭുതം എന്ന് ഈ എണ്ണയെ വിശേഷിപ്പിക്കാറുമുണ്ട്. ഇത് പിന്നീട് വളർന്നു വന്ന അന്താരാഷ്ട്ര വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയും ചെയ്തു. അത് കൂടുതലും ഔഷധ ആവശ്യങ്ങൾക്കായിരുന്നു. 1918-19 ആഗോള ഇൻഫ്ലുവൻസ് പാൻഡമിക് സമയത്ത് യൂക്കാലിപ്സ് എണ്ണയ്ക്ക് വലിയ ഡിമാൻഡായിരുന്നു. 1926 ബെൻഡിഗോയ്ക്ക് സമീപമുള്ള വെൽസ്ഫോർഡ് സ്റ്റേറ്റ് ഫോറസ്റ്റ് കമ്മീഷൻ വിക്ടോറിയ ഒരു വാറ്റിയെടുക്കൽ പ്ലാന്റ് സ്ഥാപിച്ചു. വിക്ടോറിയൻ സ്കൂൾ ഓഫ് ഫോറസ്ട്രിയുടെ പ്രിൻസിപ്പൽ എഡ്വിൻ ജെയിംസ് സെമൻസ് യൂക്കാലിപ്സ് ഓയിലിന്റെ ഘടനയിൽ
പൈനിയറിംഗ് കെമിസ്ട്രിയുടെ ഭൂരിഭാഗവും ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ നീരാവി ചൂളകൾ സ്കൂളിലെ മ്യൂസിയത്തിൽ ഇന്നുമുണ്ട്. ഓസ്ട്രേലിയൻ യൂക്കാലിപ്സ് എണ്ണ വ്യവസായം 1940കളിൽ വളർന്നു. വിക്ടോറിയയിലെ സെൻട്രൽ ഗോൾഡ് ഫീൽഡ് മേഖലയാണ് ഉൽപാദനത്തിന്റെ പ്രധാന കേന്ദ്രം. പ്രത്യേകിച്ച് ഇംഗൽവുഡ് തടികൾക്കായുള്ള യൂക്കാലിപ്സ് തോട്ടങ്ങൾ ആഗോളതലത്തിൽ സ്ഥാപിക്കപ്പെട്ടതിന്റെ ഫലമായി പ്ലാന്റേഷൻ ഉപോൽപ്പന്നമായി യൂക്കാലിപ്സ് എണ്ണയുടെ അളവും വർദ്ധിച്ചു. എന്നാൽ 1950കളോടെ ഓസ്ട്രേലിയയിൽ യൂക്കാലിപ്സ് ഓയിൽ ഉൽപാദന ചെലവ് വളരെയധികം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് വില കുറഞ്ഞ സ്പാനിഷ്, പോർച്ചുഗീസ് എണ്ണകളോട് മത്സരിക്കാനായില്ല. അവർ യൂറോപ്യൻ വിപണിയോട് അടുത്ത പ്രദേശമായതിനാൽ കയറ്റുമതി ചെലവും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയ്ക്ക് പുറത്തു നിന്നുള്ള മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ഇപ്പോൾ വാണിജ്യ യൂക്കാലിപ്സ് എണ്ണയുടെ വിതരണത്തിൽ ആധിപത്യം പുലർത്തുന്നു. എന്നിരുന്നാലും ഓസ്ട്രേലിയ ഉയർന്ന ഗ്രേഡ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് തുടരുന്നു, പ്രധാനമായും ബ്ലൂ മെല്ലി സ്റ്റാൻഡേർഡുകൾ. ഇന്ന് ലോക വ്യാപാരത്തിന്റെ 70% ചൈനയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ അതിന്റെ ഭൂരിഭാഗവും യഥാർത്ഥ യൂക്കാലിപ്സ് ഓയിലിൽ നിന്നല്ല, നിത്യഹരിത കർപ്പൂര മരമായ കർപ്പൂര ലോറലിന്റെ സീനിയോൾ അംശത്തിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ യൂക്കാലിപ്സ് ഓയിലിന്റെ പ്രധാന ഉൽപ്പാദകരിൽ ദക്ഷിണാഫ്രിക്ക, പോർച്ചുഗൽ, സ്പെയിൻ, ബ്രസീൽ, ഓസ്ട്രേലിയ, ചിലി, ആഫ്രിക്കയിലെ ഈശ്വതിനി എന്നിവ ഉൾപ്പെടുന്നു. ആഗോള ഉൽപ്പാദനത്തിൽ ആധിപത്യം പുലർത്തുന്നത് യൂക്കാലിപ്സ് ഗ്ലോബുലസ് എന്ന ഇനമാണ്. എങ്കിലും യൂക്കാലിപ്സ് കൊച്ചിയിലും യൂക്കാലിപ്സ് ബ്രാക്റ്റയിലുമാണ് ഏറ്റവും ഉയർന്ന സീനിയോളിന്റെ കണ്ടന്റ്. 80 മുതൽ 95% വരെ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡാണെങ്കിലും എണ്ണയിൽ കുറഞ്ഞത് 70% സീനിയോളിന്റെ അളവുണ്ടായിരിക്കണമെന്ന് ബ്രിട്ടീഷ് ഫാർമകോപ്പിയ പറയുന്നു. കുറഞ്ഞ ഗ്രേഡ് ഓയിലുകൾ ആവശ്യമായ ഉയർന്ന സീനിയോൾ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ റെക്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്നു. 1991 ആഗോള വാർഷികോൽപാദനം ഔഷധ യൂക്കാലിപ്സ് ഓയിലിൽ 3000 ടണ്ണും പ്രധാന പെർഫ്യൂമറി ഓയിൽ 1500 ടണ്ണും ആയിരുന്നു. യൂക്കാലിപ്സ് ജനുസിൽ പൈപ്പിറ്റോൺ, ഫെല്ലാൻഡിൻ, സിട്രൺ, മെഥൈൽ സിനിമേറ്റ്, ജെറാനിൽ അസറ്റേറ്റ് എന്നിവയുൾപ്പെടെ ഇതര എണ്ണകളും ഉൽപ്പാദിപ്പിക്കുന്നു. സീനിയോൾ അടിസ്ഥാനമാക്കിയുള്ള യൂക്കാലിപ്സ് ഓയിൽ ഒരു കീടനാശിനിയായും ജൈവ കീടനാശിനിയായും ഉപയോഗിക്കുന്നു. 2012 ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ നിന്നുള്ള ഗവേഷകർ ഹൗസ് ഈച്ചയുടെ ലാർവകൾക്കും പ്യൂപ്പകൾക്കുമെതിരെ യൂക്കാലി ഗ്ലോബുലസ് ഓയിൽ സജീവമാണെന്ന് കണ്ടെത്തി. ഹൗസ് ഈച്ചകളെ നിയന്ത്രിക്കുന്നതിന് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ഒരു പ്രായോഗിക ഓപ്ഷനാണെന്ന് അവർ നിർദ്ദേശിച്ചു. US-ൽ യൂക്കാലിപ്സ് ഓയിൽ 1948 ഒരു കീടനാശിനിയായി രജിസ്റ്റർ ചെയ്തു. യൂക്കാലിപ്സ് മരങ്ങൾ അല്ലോലോപതി പ്രഭാവം കാണിക്കുന്നു. ഇവ സമീപത്ത് വളരുന്ന മറ്റു സസ്യങ്ങളെ തടയുന്ന പ്രഭാവം പുറത്തുവിടുന്നു. യൂക്കാലിപ്സ് ഓയിൽ സുഗന്ധദ്രവ്യങ്ങളിൽ ഉപയോഗിക്കുന്നു. വറുത്ത ആഹാരങ്ങൾ, പലഹാരങ്ങൾ, വേവിച്ച മാംസ ഉൽപ്പന്നങ്ങൾ, പാനീയങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങളിൽ കുറഞ്ഞ അളവിൽ സീനിയോൾ അടിസ്ഥാനമാക്കിയുള്ള യൂക്കാലിപ്സ് ഓയിൽ ഒരു സുഗന്ധ വ്യഞ്ജനമായി ചേർക്കുന്നു. യൂക്കാലിപ്സ് ഓയിലിന് ഭക്ഷ്യജന്യമായ മനുഷ്യരോഗകാരികൾക്കും ഭക്ഷണം നശിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾക്കും എതിരെയുള്ള ആന്റി മൈക്രോബയൽ പ്രവർത്തനമുണ്ട്. നോൺ സീനിയോൾ പെപ്പർമിന്റ് ഗം, സ്ട്രോബെറി ഗം തുടങ്ങി ഏതാനും ഇനങ്ങളും സുഗന്ധത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. സോപ്പുകൾ, ഡിറ്റർജന്റുകൾ, ലോഷനുകൾ, പെർഫ്യൂമുകൾ എന്നിവയിലും ഈ ഓയിലുകൾ സുഗന്ധദ്രവ്യമായി ചേർക്കുന്നുണ്ട്. ഇതിന്റെ രൂക്ഷമായ ഗന്ധം കാരണം ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് ഈ ഓയിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇത് കൂടാതെ ശ്വാസോച്ഛ്വാസം മെച്ചപ്പെടുത്തുന്നതിന് മൗത്ത് റിൻസുകളിൽ ഇത് കാണപ്പെടുന്നു. സീനിയോൾ അടിസ്ഥാനമാക്കിയുള്ള യൂക്കാലിപ്സ് ഓയിൽ മിശ്രിതത്തിന്റെ 5% എഥനോൾ പെട്രോൾ ഇന്ധന മിശ്രിതമായിട്ടുള്ള വേർതിരിക്കൽ പ്രശ്നം തടയുമെന്നും ഗവേഷണങ്ങൾ കാണിക്കുന്നു. യൂക്കാലിപ്സ് ഓയിലിന് നല്ല ഓക്ടൻ റേറ്റിംഗും ഉണ്ട്. കൂടാതെ ഇത് ഇന്ധനമായും ഉപയോഗിക്കാം. നിലവിൽ ഉൽപാദന ചെലവ് വളരെ ഉയർന്നതായതിനാൽ ഇന്ധനം എന്ന നിലയിൽ ഈ എണ്ണ സാമ്പത്തികമായി ലാഭകരമാക്കാൻ കഴിയില്ല. യൂക്കാലിപ്സ് ഓയിൽ ഗാർഹിക ക്ലീനിംഗ് ആപ്ലിക്കേഷനുകളിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. കമ്പിളി വാഷ് ലിക്വിഡ് പോലുള്ള വാണിജ്യ അലക്കുൽപ്പന്നങ്ങളിലും ഗ്രീസും ഒട്ടിപ്പിടിക്കുന്ന അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ലായകമായും ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇലകളിൽ ഫ്ലവനോയിഡുകളും ടാനിനുകളും അടങ്ങിയിട്ടുണ്ട്. ഫ്ലവനോയിഡുകൾ സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആന്റി ഓക്സിഡന്റുകളാണ്. ടാനിൻ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. യൂക്കാലിപ്സിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത്. എന്നിരുന്നാലും ഇവയിൽ പലതും പരമ്പരാഗത ഔഷധ സമ്പ്രദായങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതും മതിയായ ഗവേഷണ സ്ഥിരീകരണങ്ങൾ ഇല്ലാത്തവയുമാണ്. ഇതിന്റെ ആന്റി മൈക്രോബയൽ ഗുണങ്ങളാണ് യൂക്കാലിപ്സ് ഇലയും അതിൽ നിന്ന് നിർമ്മിക്കുന്ന അവശ്യ എണ്ണയും കോംപ്ലിമെന്ററി മെഡിസിനായി ഉപയോഗിക്കാൻ കാരണം. അത്ഭുതകരമെന്ന് പറയട്ടെ, 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂക്കാലിപ്സ് ഓയിൽ ഇംഗ്ലണ്ടിലെ മിക്ക ആശുപത്രികളിലും മൂത്രാശയ കത്തീറ്ററുകൾ വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്നു. ആധുനിക ഗവേഷണങ്ങൾ ഇപ്പോൾ ഈ സമ്പ്രദായത്തെ പിന്തുണയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2016 ഫെബ്രുവരിയിൽ സർവേയിൽ നിന്നുള്ള ഗവേഷകർ ഇതിന്റെ മൈക്രോബയൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ കണ്ടെത്തി. ഇതിന്റെ അവശ്യ എണ്ണയും നിലവിലുള്ള ആന്റിബയോട്ടിക്കുകളും തമ്മിലുള്ള ഒരു നല്ല ഇടപെടൽ ചില അണുബാധകൾക്കുള്ള പുതിയ ചികിത്സാ ആവശ്യങ്ങൾ വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്നവർ കണ്ടെത്തി. ആന്റിബയോട്ടിക്കുകളുടെ ആവശ്യം കുറയ്ക്കാൻ ഈ ഗുണങ്ങൾക്ക് കഴിയുമെന്നും അവർ പറയുന്നു. ക്ലിനിക്കൽ മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം സൂചിപ്പിക്കുന്നത് യൂക്കാലിപ്സ് ഓയിൽ ഉയർന്ന ശ്വാസകോശ ലഘുരേഖയിലെ രോഗകാരികളായ ബാക്ടീരിയകളിൽ ആന്റി ബാക്ടീരിയൽ പ്രഭാവം കാണിക്കുമെന്നാണ്.
ജലദോഷം, ശ്വസന തടസ്സങ്ങൾ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന ഉൽപ്പന്നങ്ങളിൽ യൂക്കാലിപ്സ് ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് ചുമയ്ക്കുള്ള ഗുളികകളിലും ഇൻഹാലന്റുകളിലും തൊണ്ടവേദന, സൈനസെറ്റിക്, ബ്രോങ്കൈറ്റിസ് എന്നിവയിൽ നിന്നും മുക്തി നേടാൻ ഇതിന്റെ പച്ചിലകൾ ഗാർഗിളിൽ ഉപയോഗിക്കുന്നത് ചില ഹെർബൽ ചികിത്സാ മാർഗങ്ങൾ പറയുന്നു. കൂടാതെ യൂക്കാലിപ്സ് ഓയിൽ നീരാവി ശ്വസിക്കുമ്പോൾ ഡീകോംഗസ്റ്റന്റായി പ്രവർത്തിക്കുന്നു. ജലദോഷത്തിനും ബ്രോങ്കൈറ്റിസിനുമുള്ള ഒരു ജനപ്രിയ വീട്ടുവൈദ്യമാണിത്. കഫം അയവുള്ളതാക്കുന്നതിനും ശ്വാസതടസ്സം ലഘൂകരിക്കുന്നതിനുമുള്ള ഒരു എക്സ്പെക്ടറന്റായി ഇത് പ്രവർത്തിക്കും. വിക്സ്, വേപ്പറബ് ഉൾപ്പെടെ നിരവധി ചുമ മരുന്നുകളിൽ യൂക്കാലിപ്സ് ഓയിൽ ഉൾപ്പെടുന്നു. എങ്കിലും ശ്വാസകോശ ലഘുലേഖ അണുബാധയുടെ ചികിത്സയ്ക്ക് യൂക്കാലി ഇലയുടെ സത്ത് സാധ്യമാണോ എന്നുള്ളതിന്റെ ചികിത്സാ പങ്ക് വ്യക്തമാക്കാൻ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമുണ്ട്. ഇതിന്റെ ആന്റി ഓക്സിഡന്റ്, ആന്റി മൈക്രോബിയൽ ഗുണം കാരണം ചില മൗത്ത് വാഷ്, ഡെന്റൽ ഉൽപ്പന്നങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ദന്താരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും പല്ലു നശിപ്പിക്കുന്ന പിരിയോഡൈറ്റിസിന് കാരണമാകുന്ന ബാക്ടീരിയകളെയും ഇത് ചെറുക്കുന്നു. ജേണൽ ഓഫ് പിരിയോഡോണ്ടോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് യൂക്കാലിയുടെ സത്ത് ചുയിങ്ങത്തിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അറിയുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് മെഡിക്കൽ സെന്റർ എങ്ങനെയാണ് പരമ്പരാഗത ആദിവാസി മരുന്നുകൾ ഫംഗസ് അണുബാധകൾക്കും ചർമ്മത്തിലെ മുറിവുകൾക്കും യൂക്കാലിപ്സ് ഉപയോഗിച്ചതെന്ന് വിവരിക്കുന്നു. യൂക്കാലിപ്സ് സത്ത് വേദന സംഹാരിയായി പ്രവർത്തിച്ചേക്കാം. കൂടാതെ എണ്ണയ്ക്ക് വേദന സംഹാരിയായ ഗുണങ്ങളുണ്ടെന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ ജേണൽ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രസിദ്ധീകരിച്ച ട്രസ്റ്റഡ് സോഴ്സ് എന്ന പഠനത്തിൽ ശാസ്ത്രജ്ഞർ 10 പേരുടെ മുൻഭാഗത്തെ കൈത്തണ്ടയിൽ യൂക്കാലി പിഗ്മെന്റ് പ്രയോഗിച്ചു. മിഥൈൽ സാലിസിറ്റേറ്റ് എന്ന പൊതുനാമമുള്ള OTC എന്ന യൂക്കാലി പിഗ്മെന്റ് പേശികളുടെയും സന്ധികളുടെയും വേദന, ഒളുക്ക്, സന്ധിവാതം, ചതവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യൂക്കാലിപ്റ്റമെന്റ് വേദന ശമിപ്പിക്കുന്നതിനും ഉപയോഗപ്രദമാണെന്ന് ഫിസിയോളജിക്കൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. യൂക്കാലിപ്സ് ഓയിൽ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുമെന്ന് BMC ഇമ്മ്യൂണോളജിയിൽ പ്രസിദ്ധീകരിച്ച ടെസ്റ്റ് ഓഫ് സോഴ്സ് പറയുന്നു. എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ രോഗകാരികളോടുള്ള രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഫാഗോസൈറ്റിക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ കണ്ടെത്തി. രോഗപ്രതിരോധ വ്യവസ്ഥയ്ക്ക് തടസ്സം നിൽക്കുന്ന കണങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഇത് കൂടാതെ അൾസർ, മൂത്രാശയ രോഗം ഇവയ്ക്കൊക്കെ ഇത് ഒരു പരിഹാരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. യൂക്കാലിപ്സിന്റെ ഉന്മേഷദായകമായ സുഗന്ധം മാനസിക വ്യക്തത, ജാഗ്രത, ശ്രദ്ധ എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദവും ക്ഷീണവും ഒഴിവാക്കുന്നതിനും ആരോമ തെറാപ്പിയിൽ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ ടൈബർണി അല്ലെങ്കിൽ നീലഗിരി എന്നറിയപ്പെടുന്ന യൂക്കാലിപ്സ് അതിന്റെ ചികിത്സാ ഗുണങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ആയുർവേദത്തിൽ ഇത് വാത, കഫ ദോഷങ്ങളെ സന്തുലിതമാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശ്വാസ തടസ്സങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഇത് സഹായിക്കും. ഇത് ചിലപ്പോൾ ദഹനത്തെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്നു. ദഹനാഗ്നി ഉത്തേജിപ്പിച്ച് വിശപ്പ് വർദ്ധിപ്പിച്ച് ഭക്ഷണത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദഹനക്കേട്, വായുവിന്റെ പ്രശ്നങ്ങൾ, വയറുവേദന തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയുർവേദ ഫോർമുലേഷനുകളിൽ യൂക്കാലിപ്സ് ഇലയോ എണ്ണയോ ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ തണുപ്പും ഉന്മേഷവും നൽകുന്ന ഒരു ഗുണവും ഇതിനുണ്ട്. ഇതിന്റെ ഉപയോഗം ശരീരത്തിലെ ചൂടുമായി ബന്ധപ്പെട്ട അസന്തുലിതാവസ്ഥയെ ലഘൂകരിക്കാൻ സഹായിക്കും. വീക്കം, പനി, പിത്തദോഷ വർധനവ് തുടങ്ങിയ അധിക ചൂടുമായി ബന്ധപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ആശ്വാസം നൽകാൻ ആയുർവേദം ഇത് ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ യൂക്കാലിപ്സ് ജീവശക്തിയായ പ്രാണനെ അസന്തുലിതമാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്തംഭനാവസ്ഥ ഇല്ലാതാക്കാനും ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കാനും ചൈതന്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ ആന്റി മൈക്രോബയൽ, ശ്വസനാരോഗ്യം ഇതൊക്കെ ആയുർവേദവും ഊന്നിപ്പറയുന്നു. സ്റ്റീം ഇൻഹാലേഷൻ, ടാപ്പിക്കൽ ആപ്ലിക്കേഷൻ, ഹെർബൽ ഫോർമുലേഷനുകൾ, അരോമ തെറാപ്പി എന്നിവയുൾപ്പെടെ വിവിധ രീതികളിലൂടെ യൂക്കാലിപ്സ് ആയുർവേദ രീതികളിൽ ഉൾപ്പെടുത്താം. ഒരു ഫ്ലേവറിംഗ് ഘടകമായി കുറഞ്ഞ അളവിൽ അകത്ത് കഴിക്കുകയോ ശുപാർശ ചെയ്യുന്ന നിരക്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളിലോ കഴിക്കുകയാണെങ്കിൽ സീനിയോൾ അടിസ്ഥാനമാക്കിയുള്ള യൂക്കാലിപ്സ് ഓയിൽ മുതിർന്നവർക്ക് സുരക്ഷിതമാണ്. എന്നാൽ ശുപാർശ ചെയ്യുന്നതിനേക്കാൾ ഉയർന്ന അളവിൽ കഴിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്താൽ വിഷാംശം ഉണ്ടായേക്കാം. ഓസ്ട്രേലിയയിൽ യൂക്കാലിപ്സ് ഓയിൽ കൂടുതലും കുട്ടികളിൽ വിഷബാധയ്ക്ക് കാരണമാകുന്ന നിരവധി അവശ്യ എണ്ണകളിൽ ഒന്നാണ്. യൂക്കാലിപ്സ് ഉൽപ്പന്നങ്ങൾ ചർമ്മത്തിൽ സാധാരണയായി സുരക്ഷിതമായി ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ പോലുള്ള കരിയർ ഓയിൽ ഉപയോഗിച്ച് നേർപ്പിച്ച് ഇത് ചർമ്മത്തിൽ നേരിട്ട് പ്രയോഗിക്കാം. കരിയർ ഓയിൽ ഉപയോഗിച്ച് നേർപ്പിക്കാതെ ഇത് ചർമ്മത്തിൽ പ്രയോഗിക്കാൻ പാടുള്ളതല്ല. നേർപ്പിക്കുമ്പോൾ അസംസ്കൃത എണ്ണയായ ഇത് 1 മുതൽ 5% ബാക്കി 95 മുതൽ 99% വരെ കരിയർ ഓയിൽ ആയിരിക്കണം. ഈ ഓയിൽ ശരീരത്തെ പ്രകോപിപ്പിക്കുകയും പൊള്ളലുണ്ടാക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഇത് പുരട്ടുമ്പോൾ കണ്ണിന്റെ സമീപഭാഗങ്ങളിൽ പുരട്ടരുത്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു അലർജി പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് വളരെ അലർജി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് കയ്യിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് പുരട്ടി 24 മണിക്കൂറിനുള്ളിൽ പ്രതികരണമൊന്നുമില്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്.
തുടർച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ കാലക്രമേണ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് അലർജി ഉണ്ടാക്കും. അങ്ങനെ അലർജി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപയോഗം നിർത്തുക. യൂക്കാലിപ്സ് ഓയിൽ വിഷാംശമുള്ളതായതിനാൽ വായിലൂടെ കഴിക്കുന്നത് സുരക്ഷിതമല്ല. ആസ്മയുള്ള ചില വ്യക്തികളിൽ യൂക്കാലിപ്സ് അവരുടെ അവസ്ഥ കൂടുതൽ വഷളാക്കുന്നു. ഇത് കൂടാതെ അതിസാരം, ഓക്കാനം, ഛർദി എന്നിവയൊക്കെ ഇതിന്റെ പാർശ്വഫലങ്ങളാണ്. യൂക്കാലിപ്സ് വിഷബാധയുടെ ലക്ഷണങ്ങൾ തലകറക്കം, ശ്വാസമുട്ടൽ എന്നിവയാണ്. ഇതുകൂടാതെ ഇത് മറ്റു മരുന്നുകളുമായി ഇടപഴകുകയും കരടിനെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഗർഭിണികൾ ഗർഭാവസ്ഥയിൽ ഇതിന്റെ ഉപയോഗം നിർത്തേണ്ടതാണ്. യൂക്കാലിപ്സ് ഇന്ന് വിവിധ രൂപങ്ങളിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. അവശ്യ എണ്ണ, ഗുളികകൾ, ചായങ്ങൾ, പ്രാദേശിക തൈലങ്ങൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. പല യൂക്കാലിപ്സ് ഉൽപ്പന്നങ്ങളും ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമാണ്. എന്നാൽ ആന്തരിക ഉപയോഗത്തിന് മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ വിദഗ്ധനുമായി കൂടിയാലോചിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐ വി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. യൂക്കാലിപ്സ് മരത്തിന്റെ പാരമ്പര്യ വൈദ്യ ഉപയോഗം, വ്യാവസായിക ഉപയോഗം എന്നിവ അടങ്ങിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.